പാട്ട് കിട്ടി. അയ്യോ എടാ ഭയങ്കര അച്ഛനമ്മയുടെ ഇപ്പുണ്ട്. അച്ഛൻ്റെ പല്ലിറുമെന്നു, കൈ കൂട്ടിയിടിക്കുന്നു. നല്ല ടൈമിംഗ്. അയ്യോ ഈ സ്റ്റെപ്പ് ഒക്കെ ഞങ്ങൾ ചെയ്തതാണ്. വേറെ സ്റ്റെപ്പ് അല്ല 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 പുഴുവടിക്കണം. എടാ പുഴുവടിക്കണം, പുഴുവടിക്കണം. ഇപ്പൊ പാട്ട് എന്തായാലും നിർത്തില്ല. പുഴുവടിക്കണം. കഴിവ് തെളിയിക്കണം. പുഴുവടിക്ക്, പുഴുവടിക്ക്. നീ എപ്പ സാഷ്ടാംഗം കിടന്നാലും ഇത്രയായിട്ടും മനസ്സിലാവണില്ലേ ഇത്? പ്ലീസ് ലിസൺ. സ്വന്തമായിട്ട് വായിക്കണം. ഡിയർ ഷാർലറ്റ്, തിന്നാൻ ചിപ്സ്, കുളിക്കാൻ ലക്സ്, നിനക്കെന്റെ വക 1000 കിസ്സസ്. അച്ഛാ തല്ലരുത്. ഷാർലറ്റിന്റെ ഡാഡി നോ പ്ലീസ്. ഡാഡി ഇത് ചുമ്മാ തമാശക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാം. ഓക്കെ. എഴുതിയ രീതി ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ സ്വന്തം പേര് അറിയില്ല എന്ന് വേണം ഒരു 4 കുത്ത്. അല്ല അതാരാന്ന് മനസ്സിലാക്കണം. അഡ്രസ് ഇല്ലാത്തവനാ. അത് അച്ഛൻ കുത്തണ്ട കുത്ത് ഇവൻ ഇവിടെ ഇട്ടു. ഈ ഒരു കൗണ്ടർ പറയാൻ വേണ്ടി ഞാൻ ഇട്ട സാധനം ഇനി രക്ഷിക്കണോ? ശരി ഓക്കെ. ഇനി ഷാർലറ്റിന് എന്താണ് പറയാനുള്ളത്? ഇത്രയും സ്നേഹത്തോടെ ഞാൻ തന്നിട്ട് ഷാർലറ്റ് എനിക്ക് വേണ്ടി എന്തെങ്കിലും തന്നില്ലെങ്കിൽ തീർച്ചയായും തന്നെ ആളെ വിട്ട് അടുപ്പിച്ചില്ലെങ്കിൽ ഡാഡി തരും. മാ പഠിച്ചാലും വാ പഠിച്ച് ഓക്കെ 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 പഠിച്ചാലോ? അയ്യോ അയ്യോ വായിക്കട്ടെ. എം എ പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുത്. ഒരിക്കലും മറക്കില്ല ഞാൻ. മാ പഠിച്ചാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ഇനി മസ്കറ്റിൽ നിന്ന് വന്ന ജിത്തു ഇനി അറബിയാണോ സംസാരിക്കാൻ എനിക്കറിയില്ല. എടാ ഈ ഫ്ലോറിൽ പുഴുവിനോട് ഭയങ്കര വിരോധമാണല്ലോ. ഈ ഫ്ലോറിൽ പുഴു വാഴൂല. ശരി, രണ്ടുപേരും വരും. വെളുത്തുള്ളി 250 ഗ്രാം അല്ലേ? അല്ല, വിമാനത്തിലായാലും വിദേശത്തായാലും വിവാഹത്തിന് വിളിക്കണം പൊന്നെ. എല്ലാരും ഈ കല്യാണത്തിൽ കയറി പിടിക്കാൻ തന്നെ. കല്യാണം, ബിരിയാണി. പൂ പറയും പറിക്കരുത്, മീൻ പറയും പിടിക്കരുത്, ഞാൻ പറയും മറക്കരുത്. വിത്ത് ലവ് ഹാർട്ട്. എന്താ ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഒരു അമേച്ചർ നാടകം പോലെ. നാടകമല്ല ഇത്. ഇത് വെറുതെ അല്ല, ഇത് ഉള്ളിൽ തട്ടിയുള്ള പരിപാടികളാണ്.